വടക്ക് കിഴക്ക് മരങ്ങൾ പാടില്ല എന്നുള്ളത് വളരെ കർശന ബുദ്ധിയോടെ ചില വടക്ക് കിഴക്കിനെ ഞാൻ കുറിച്ച് എപ്പോഴും വടക്ക് കിഴക്ക് പറയുമ്പം ഞാൻ കുറച്ച് കൂടുതൽ ആവേശത്തിൽ സംസാരിക്കും. കാരണം അത് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം. വടക്ക് കിഴക്കാണ് നിങ്ങളുടെ ജീവിതത്തിനെ നിർണ്ണയിക്കുന്നത്, നിങ്ങളുടെ ഭാഗ്യങ്ങളെ നിർണ്ണയിക്കുന്നത്, നിങ്ങളുടെ സന്തതി പരമ്പരകളെ നിയന്ത്രിക്കുന്നത്, നിങ്ങളുടെ ഡെയിലി നീഡ്സിനെയും ചെറിയ ഉത്തരങ്ങൾ പോലും ഒരു മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചെറിയൊരു ഉത്തരം പോലും നിയന്ത്രിക്കുന്നത് വടക്ക് കിഴക്കാണ്. ഹായ്, നമസ്കാരം. ഞാൻ അശ്വിനി. വാസ്തുപരമായി മറ്റൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾക്കിടയിലും നേരിട്ട് ചെന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഉത്തമ പരിഹാരം നൽകി ഇന്നും നമ്മോടൊപ്പം കൂടെയുള്ള ആസ്ട്രൽ തങ്കച്ചൻ സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഇപ്പം നമ്മൾ ചുറ്റും കണ്ടുവരുന്ന ഒരുപാട് വീടുകൾ, 2 നില വീടുകളുണ്ട്. ഈ 2 നില വീടുകളിലും 2 കിച്ചൺ കണ്ടുവരുന്നുണ്ട്. ഇത് വാസ്തുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതാണോ? ശരിയാണ്. 2 നില വീടിന് എത്ര കിച്ചൺ വേണം അല്ലേ? അതെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. 2 നില വീടിൽ ഏറ്റവും പ്രധാനമായി വാസ്തു ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം 2ാം നിലയിലും വാസ്തു ഉണ്ടില്ലെന്നല്ല, പക്ഷേ ഏറ്റവും പ്രധാനം ഭൂമി, അതായത് തറയിൽ നിന്നുണരുന്ന ആ ഗ്രൗണ്ട് ഫ്ലോർ, അതിനാണ് വാസ്തു ആദ്യം നിർബന്ധം. അതിനകത്തൊരു കിച്ചൺ വയ്ക്കുക. 2ാമത്തെ നിലയിലും കിച്ചൺ വയ്ക്കാം, 3ാമത്തെ നിലയിലും കിച്ചൺ വയ്ക്കാം. ഇപ്പൊ ഫ്ലാറ്റ് എങ്ങനെയാ? ഒരേ ഡിസൈനിലുള്ള ഫ്ലാറ്റാ, ആ ഫ്ലാറ്റ് മുഴുവനും കിച്ചനാണ്. അതല്ല പ്രശ്നം, എവിടെ കിച്ചൺ വയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ ഭൂരിഭാഗവും ആൾക്കാർ വടക്ക് കിഴക്കാണ് കിച്ചൺ വയ്ക്കുന്നത്. ഒരു കാരണവശാലും വടക്ക് കിഴക്ക് കിച്ചൺ അരുത്. ഇപ്പോൾ വടക്ക് കിഴക്ക് കിച്ചൺ പണ്ടേ ഉള്ള ഒരു സംവിധാനത്തിനാണ് ഞാനും വരുന്നത്, എന്നെ കേൾക്കുന്നവർ വരുന്നത്. പക്ഷേ അങ്ങനെ ഒരുപാട് അറിവില്ലായ്മ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അറിവുകളുടെ മറ്റു കാലങ്ങളിലോട്ട് മാറുമ്പോൾ നമ്മൾ അതിനെ തിരുത്തുന്നു. ആ രീതിയിൽ എടുത്താൽ മതി. ഇപ്പൊ കിച്ചൺ അവിടെ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യാം എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. എന്റെ കാലൊടിഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനെന്ന് ചോദിക്കില്ല അവരും. അവർ ഉടനെ തന്നെ എന്റെ ട്രീറ്റ്മെന്റ് 5 lakhs 10 lakhs എന്ത് വേണോ ഒരു ചിലവൊക്കെ തയ്യാറാണ്. അതിനേക്കാൾ കൂടുതൽ പ്രായോഗിക ബുദ്ധിയോടെ വീടിന്റെ വാസ്തുവിനെ നോക്കണം എന്നുള്ളൊരു വിഷയമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കാരണം ആയിരക്കണക്കിന് വീട് നോക്കിയ ആളാണ്. ആയിരക്കണക്കിന് വെറും വാക്കിൽ പറയല്ല, എനിക്ക് എല്ലാ തെളിവുകളുണ്ട്, എല്ലാ പോകുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളും ഉള്ള ഒരാളാണ് ഞാൻ. എല്ലാവർക്കും അറിയാം, ഞാൻ പോകുന്ന ഭാഗങ്ങളിലൊക്കെ അത് വരച്ചെടുത്ത് ഡീറ്റെയിലും അപ്ഡേറ്റ് ചെയ്യാറുള്ള കാര്യം അറിയാം. പിന്നെ വർഷത്തിൽ ഒരു വട്ടം മാസ്റ്റേഴ്സ് മീറ്റിംഗ് വെച്ച് ഞങ്ങൾക്കുള്ളിലെ തെറ്റുകളെ ഞങ്ങൾ പരിശോധിക്കുകയും പുതിയ അപ്ഡേഷൻ, പുതിയ വാസ്തു പ്രശ്നങ്ങൾ, പുതിയ നവീന രീതികൾ ഉടലെടുക്കുമ്പം അതിലൂടെ വാസ്തു എന്തൊക്കെ മാറ്റം വരുന്നു, ഇതൊക്കെയല്ല ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. മനസ്സിലായോ? അപ്പോൾ കിച്ചൺ വടക്ക് കിഴക്ക് പാടില്ല എന്നുള്ളത് ഒരു കർശന ബുദ്ധിയോട് തന്നെയാണ് ഞാൻ പറയുന്നത്. കിച്ചൺ പാടില്ല എന്ന് പറയുമ്പോഴും അവിടെ കിച്ചൺ വെച്ച് ഭക്ഷണമൊക്കെ പാചകം ചെയ്യാൻ പറ്റും, മനസ്സിലായി. പക്ഷേ അവിടെ ഒരു കിച്ചൺ വെക്കുമ്പം കുറച്ച് കാലം കഴിഞ്ഞ് അവിടെ വെയിറ്റ് കൂടാനുള്ള സാധ്യത, അവിടുത്തെ ജനലൊക്കെ ക്ലോസ് ആവാനുള്ള സാധ്യത, മനസ്സിലായില്ലേ? പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്ത് ഒരു വിറക് പുര, ഇപ്പൊ തന്നെ ഗ്യാസിന്റെ പ്രതിസന്ധി നടക്കുക. അപ്പൊ പെട്ടെന്ന് കിച്ചൺ വടക്ക് കിഴക്ക് കിച്ചൺ ഉള്ള ഏകദേശം വീടുകൾ ഇപ്പൊ ചെയ്യുന്ന പരിപാടി എന്നറിയാം, എവിടെന്നെങ്കിലും കുറച്ച് വിറക് മേടിച്ച് ശേഖരിക്കുക. കാരണം ഈ യുദ്ധം തുടർന്നാൽ ഇനി ഗ്യാസ് കിട്ടാതായി കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് വേണ്ടേ? അപ്പൊ വടക്ക് കിഴക്ക് ആൾറെഡി അടുക്കള ഉള്ള അത്ര പേരും ഈ വിറക് മേടിച്ച് അടുക്കുന്നത് എവിടെയായിരിക്കും? ആ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലായിരിക്കും. അത് 2ാമത്തെ ഫോൾട്ട്. അപ്പോ വടക്ക് കിഴക്ക് ഒരുപക്ഷെ കിച്ചന്റെ പരിസരത്ത് ഒരു അലക്കുകല്ല് പോവും, സാധ്യത കൂടും. അപ്പൊ വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബേസിൽ വെയിറ്റ് വടക്ക് കിഴക്ക് വരാൻ പാടില്ല, അവിടെ വെയിറ്റ് വന്നു. പിന്നെ ഒരു കുഞ്ഞടുപ്പ് വേണ്ടി വരും, അപ്പൊ അതിനൊരു മറ വേണ്ടി വരും. അപ്പൊ വീടിനോട് ചേർത്ത് നമുക്കൊരു ഷീറ്റ് ഇട്ട് അതിനെ ചേർത്ത് പിടിക്കാൻ നോക്കും. പിന്നെ അതിനേശം ഒരു ഗ്രില്ലിടാൻ തോന്നും, പിന്നെ മതിൽ വരെ ടച്ച് ചെയ്യാൻ തോന്നും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അപ്ഡേഷനിലും ഉണ്ട്. വടക്കിഴക്ക് കിച്ചൺ തെറ്റാണ്. ആ തെറ്റ് നമ്മൾ ആവർത്തിക്കുമ്പോൾ തെറ്റിനേക്കാൾ കൂടുതൽ തെറ്റ് വരാനുള്ള ശൃംഖലകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അതിനനുബന്ധമായ രീതികൾ ആവർത്തിക്കാതിരിക്കാനാണ് അവിടെ വരരുതെന്ന് പറയുന്നത്. 2ാമത് അത് ജലസ്ഥാനമാണ്. അപ്പൊ ഞാൻ ഏതോ ഒരു മിടുക്കൻ ഇങ്ങനെ ഒരു വ്ളോഗിൽ പറയുന്നു, ഈ പറയുന്ന അതൊരു പ്രത്യേകമാണ്. ഇപ്പം നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. വടക്ക് കിഴക്ക് കിച്ചൺ പാടില്ല, ആഗ്നേയത്തിലോ വായുവത്തിലോ മതി എന്ന് തുറന്നു പറയുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തികളുടെ പഴയ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അവര് വടക്ക് കിഴക്ക് കിച്ചൺ സ്ഥാനം കൊടുത്ത ആൾക്കാരാ. ഒന്ന് ആലോചിച്ച് നോക്കണേ. എന്നിട്ടൊരു വിദ്വാൻ പറയാ, വടക്ക് കിഴക്ക് കിച്ചൺ അരുത്, പക്ഷെ അവിടെ നിങ്ങൾ കിച്ചൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞൊരു ചിരിയും ചിരിക്കുക. എനിക്ക് അയാളോടല്ല പ്രശ്നം, അയാൾ കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ അയാളെ കേൾക്കുന്നു. അപ്പൊ വടക്ക് കിഴക്ക് ആൾറെഡി കിച്ചൺ ഉണ്ട്, അത് മാറ്റാതിരിക്കാൻ ഒരു സൊല്യൂഷൻ കിട്ടുമ്പം അവർ അതിലൂടെ തൃപ്തിപ്പെടാൻ നോക്കും, അല്ലേ? അത് തെറ്റാണ്. ഒരു തെറ്റിനെ തെറ്റെന്ന് തന്നെ പറഞ്ഞു പഠിക്കണം. കാരണം വീടാണ്, അതൊരു പ്രോഡക്റ്റിന് തുല്യമാണ്. ഒരു ഫ്രിഡ്ജ് ഒരു കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രിഡ്ജ് മാറ്റുന്നില്ലേ?
ഒരു കാറിന് ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ആ പാർട്ട് നിങ്ങൾ കട്ട് ചെയ്ത് വേറെ പുതിയ പാർട്സ് ഇടുന്നില്ലേ, അതേപോലെ തന്നെയാണ് വീടൊരു ഫോൾട്ട് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ, കാരണം നമ്മൾ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, വീട്ടിനുള്ളിൽ താമസിക്കുന്ന DNA വാസ്തുത്ര പരമ്പരാഗത രീതികളിലും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ടെക്നീഷ്യനോട് തന്നെ ചോദിക്കാം, അത് പ്രാവർത്തികമായി നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യുന്നതിന് തെറ്റുണ്ടോ? ഞാൻ ആലോചിക്കുക, വടക്ക് കിഴക്ക് കിച്ചൺ പാടില്ല, പക്ഷേ ഉള്ളവർ പേടിക്കണ്ട, ഒരു ഗ്ലാസ് വെള്ളം ആ കോർണറിൽ വെച്ചാൽ മതി എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാം. അപ്പം അതേപോലെ തന്നെ പല ആൾക്കാരും ഇപ്പോൾ വാസ്തു ഒരു മുഖ്യധാര എടുക്കാറുണ്ട്. ഇപ്പം ഞാനൊരു ന്യൂമറോളജിസ്റ്റാണ്, വാസ്തുസ്റ്റാണ്, പിന്നെ ആസ്ട്രോയും സംവിധാനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ വാസ്തുവിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. കാരണം ഒന്നിനെക്കുറിച്ച് എത്രത്തോളം ആഴത്തിൽ പഠിക്കാൻ പറ്റുമോ അത്രത്തോളം ആഴത്തിൽ പഠിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ ഒരു വ്യാപാര മാർഗമെന്ന് അറിയത്തില്ല, പലരും വാസ്തുവിൽ വന്ന് സംസാരിക്കാറുണ്ട്. ഈ വാസ്തു സംസാരിക്കുമ്പോൾ അതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരുപാട് അറിയപ്പെടുന്ന ആൾക്കാരാണ് അത് സംസാരിക്കുന്നത്. അപ്പം അവർ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കേൾക്കും ആൾക്കാരും. ആ ഉത്തരവാദിത്വ ബോധത്തോടെ, കാരണം അവരുടെ പ്രൊഫഷണൽ വേറെയാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരുടെ പ്രൊഫഷനെ കണ്ടു, ഇടയ്ക്ക് വെച്ചൊരു വ്ളോഗ് ഉണ്ട്, അവരുടെ പ്രൊഫഷണൽ വേറെയാണ്. ആ പ്രൊഫഷനിൽ നിന്ന് മെല്ലെ വാസ്തുവിലോട്ട് കടക്കുകയാണ്. സന്തോഷം, നല്ലതാണ്. ആ കടക്കുമ്പോൾ അവരാലോചിക്കേണ്ടത്, അവർ ഫെമിലിയറാ, കേരളത്തിലുള്ള ലോക മലയാളിയിൽ ഒരുപാട് ആൾക്കാർ അറിയുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ്. അപ്പം ആ പുള്ളി ആലോചിക്കേണ്ട വാസ്തു നമ്മൾ ബുക്കുകളിലും ശ്ലോകങ്ങളും വായിച്ചാണ് ചൊല്ലുന്നത്. എന്നെപ്പോലൊരു വ്യക്തി ഇത് ചൊല്ലുമ്പോൾ, ഇത് പറയുമ്പോൾ കൂടുതൽ വിശ്വസിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് 1ന് 10 തവണ എനിക്കൊന്ന് പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ മതി. കാരണം അതിനെ അയാൾ കേൾക്കുന്നു ഒരുപാട് ആൾക്കാർ. കാരണം അത്യാവശ്യം നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളെ, നല്ലൊരു പ്രൊഫഷണൽ അയാളെ നല്ലൊരു പ്രൊഫഷൻ, നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ പേരൊന്നും വെളിപ്പെടുത്തില്ല. പക്ഷേ അയാളെ ബ്ലോഗ് ഞാൻ കണ്ടപ്പോൾ എനിക്കൊന്ന് സങ്കടം തന്നെ. ഇതേപോലത്തെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തികൾ അദ്ദേഹത്തിന്റെ ഫീൽഡ് അല്ലാത്ത മറ്റൊരു ഫീൽഡിനെ കുറിച്ച് പെട്ടെന്ന് കുറച്ച് റെഫറൻസ് ബുക്സും ഒക്കെ എല്ലാം എടുത്ത് ഇങ്ങനെ പാട്ട് പോലെ വായിക്കുക. അപ്പം മറ്റുള്ള ആൾക്കാർ കൂടുതൽ വിശ്വസിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ ഒളിഞ്ഞിരിക്കുന്ന അപകടം നേരിട്ട് ആയിരക്കണക്കിന് വീട് കണ്ട ഒരാളാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എവിടെയാ? കേരളമല്ല, ഇന്ത്യക്കകത്തില്ല, ഇന്ത്യക്ക് പുറത്തുമായിട്ട് എത്രയോ കാലങ്ങളായിട്ട് അതിൻ്റെതായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുമല്ലോ. അപ്പം ഓരോ വർഷവും എനിക്കും കുറച്ച് കൂടുതൽ പഠിക്കാനും കുറച്ച് കൂടുതൽ ഉയരാനും സാധിക്കുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ഉയർന്നു വന്നതാണ് ഞാൻ. ഏറ്റവും ബോട്ടത്തുനിന്ന് കയറി വന്ന ഒരാളാണ് ഞാൻ, മനസ്സിലായി. ഇനി ഒരുപാട് പഠിക്കാനും യാത്ര ചെയ്യാനും ഉണ്ടെങ്കിലും ഇപ്പം നിലവിൽ ഈ കുഴികളുടെ കാര്യത്തിൽ, കിണറിന്റെ കാര്യത്തിൽ, സെപ്റ്റിക് ടാങ്കിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് വീട്ടിൽ. അപ്പം ഇതെല്ലാം നേരിട്ട് ഒരു പരിധിവരെ എനിക്ക് പോകുന്ന സ്ഥലങ്ങളെല്ലാം എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ ഞാനത് വളരെ വിശദീകരിച്ച് അവിടെ സംസാരിച്ചു, അതിന് വളരെ കർശന ബുദ്ധിയോടെ സംസാരിക്കുന്നുണ്ട്, പലരും മാറ്റുന്നു, നല്ല റിസൾട്ടുകൾ എടുക്കുന്നുണ്ട്. പക്ഷെ സമൂഹത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ആൾക്കാർ തെറ്റായ സന്ദേശം കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു വീട്ടിൽ 2 കിച്ചൺ പാടുണ്ടെന്നാണ്. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വിഷയം മാറിപ്പോകുന്നു. കുഴപ്പമില്ല, അതും ആവശ്യത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോ 2 കിച്ചൺ ആകാം, 3 കിച്ചൺ ആകാം, 4 കിച്ചൺ ആകാം. പക്ഷെ അതിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഒരു ചതുരത്തിന് നമ്മൾ 4 ഭാഗിക്കുമ്പോൾ അതിൽ ഈശാന്യ ചതുരം, ആഗ്നേയ ചതുരം, കന്നി ചതുരം, വായുവ്യ ചതുരം. അതിൽ വായുവ്യ ആഗ്നേയ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കിച്ചൺ ആകാം. കിച്ചൺ മീൻസ് ഫയർ സെക്ഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പൂജാ റൂം ആയിരുന്നാലും ശരി, അത് കിച്ചൺ ആയിരുന്നാലും ശരി, നമ്മളിപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് ഒരു എന്താ പറയാ, ഒരു ഇൻസ്റ്റന്റ് കുക്കറൊക്കെ ഇല്ലേ, ഇതുപോലെ ഇൻസ്റ്റന്റ് സ്റ്റൗകളില്ലേ, അതേപോലെ ഇതിനെല്ലാം യോഗ്യമായ സ്ഥലം ആഗ്നേയ വായുവ്യ ഭാഗങ്ങളാണ്. അപ്പോൾ ഒരു വീട്ടിൽ 2 കിച്ചൺ ആകുന്നതിലല്ല പ്രശ്നം, അതിന്റെ സ്ഥാനം കൃത്യമായി ഇരിക്കണമെന്നുള്ളതാണ് നിശ്ചയം. ഇപ്പം താഴെ ഒരു ഫാമിലി താമസിക്കുന്നു, മേളിൽ അവര് തന്നെ മേളിൽ പോക്കുവരവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു സ്റ്റൗ സംവിധാനം ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു താഴെ ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അവർക്കൊരു കിച്ചൺ അവിടെ ആൾട്ടർ, അതും ആഗ്നേയ വായുവ്യ ഭാഗങ്ങളിലേ പാടുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ വാസ്തു കൂടുതലും പരിഗണിക്കപ്പെടുന്നത് ഭൂമിയോട് ചേർന്നിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിനാണ്. അതിനർത്ഥം ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോറിനൊന്നും പരിഗണന ഇല്ലെന്നല്ല. പക്ഷെ വാസ്തു കൂടുതൽ കണക്ട് ആയി നിൽക്കുന്നത് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിനാണ്. സെക്കൻഡ് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ എന്ന് പറഞ്ഞു പോവാം. അതുപോലെ തന്നെ ഒരുപാട് പേര് കമന്റ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്, വടക്ക് കിഴക്ക് മരങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ചെടികൾ, ഈ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ചെറിയ ചെടികൾ നടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വടക്ക് കിഴക്ക് മരങ്ങൾ പാടില്ല എന്നുള്ളത് വളരെ കർശന ബുദ്ധിയോടെ ചില വടക്ക് കിഴക്കിനെ ഞാൻ കുറിച്ച് എപ്പോഴും വടക്ക് കിഴക്ക് പറയുമ്പം ഞാൻ കുറച്ച് കൂടുതൽ ആവേശത്തിൽ സംസാരിക്കും. കാരണം അത് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം. വടക്ക് കിഴക്കാണ് നിങ്ങളുടെ ജീവിതത്തിനെ നിർണ്ണയിക്കുന്നത്, നിങ്ങളുടെ ഭാഗ്യങ്ങളെ നിർണ്ണയിക്കുന്നത്, നിങ്ങളുടെ സന്തതി പരമ്പരകളെ നിയന്ത്രിക്കുന്നത്, നിങ്ങളുടെ ഡെയിലി നീഡ്സിനെയും ചെറിയ ഉത്തരങ്ങൾ പോലും, ഒരു മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചെറിയൊരു ഉത്തരം പോലും നിയന്ത്രിക്കുന്നത് വടക്ക് കിഴക്കാണ്. അത് മാനസികാവസ്ഥ, ഇതെല്ലാം വടക്ക് കിഴക്കാണ് നിയന്ത്രിക്കുന്നത്. അത് സംഭരിക്കുന്നത് കൂടുതലും തെക്ക് പടിഞ്ഞാറാണെങ്കിലും വന്നാലല്ലേ സംഭരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രവേശന കവാടമായ വടക്ക് കിഴക്ക് അഥവാ ഈശാന്യം അഥവാ നോർത്ത് ഈസ്റ്റ്, ഇത്തരം രീതിയിൽ അറിയപ്പെടുന്ന ഈശാന്യ മൂലയിൽ
ഞാൻ കൂടുതൽ കർശന ബുദ്ധിയോട് സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിന്റെ ശരിക്കുള്ള സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഒരു മരം വയ്ക്കരുതെന്ന് പറയുന്നത് വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബേസിലും വാസ്തുവുണ്ട്. അതിൽ വടക്ക് കിഴക്ക് നിങ്ങൾ വയ്ക്കുന്ന ചെറുമരം ഭാവിയിൽ അത് അവിടെ നിന്ന് വലുതാവും. അപ്പൊ നിങ്ങൾ ഈ സബ്ജക്റ്റ് മറക്കുന്നു. പെട്ടെന്ന് മരത്തുനിന്ന് അതിന്റെ ഫലങ്ങൾ കൂടുതലും നിങ്ങൾക്ക് വരുമ്പോൾ അതിനോടൊരു അറ്റാച്ച് തോന്നി ആ മരം നിങ്ങളെ തന്നെ ഉപദ്രവിക്കും. പക്ഷെ നിങ്ങൾ അതിനോടുള്ള ആ ഇഷ്ടവും എല്ലാ വർഷവും കിട്ടുന്ന ഫലങ്ങളും വെച്ച് നിങ്ങൾ അതിനെ സൂക്ഷിക്കും. പക്ഷെ അത് നിങ്ങൾ ഒരുപാട് വിലപ്പെട്ടതിനെ ചോർത്തി കൊണ്ടുപോകും. അപ്പം വടക്ക് കിഴക്ക് മരങ്ങളും വെയിറ്റുള്ള സംവിധാനങ്ങളും മറയ്ക്കുകയോ ഷീറ്റിട്ടോ ഒന്നും പാടില്ല, സ്വതന്ത്രമായിരിക്കാം. മരങ്ങൾ പാടില്ല, അവിടെ മറ്റൊന്നും പാടില്ലെന്ന് സ്ട്രിക്റ്റായി പറയുന്നത്. ഞാനൊരു ചെറിയ ചെടിയൊക്കെ വയ്ക്കാമെന്ന് പറയുമ്പം അവർ 4 വാഴ കൊണ്ടുവയ്ക്കും അവിടെ. അതുകൊണ്ട് എത്രയും കർശനമായി സംസാരിക്കുന്നത്, മനസ്സിലായി? അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. കാരണം ഒരുപാട് ആൾക്കാർ സാർ വടക്ക് കിഴക്ക് എന്തെങ്കിലും ശരി, ചെറിയ പുൽച്ചെടികൾ പോലത്തെ ചെടികളുണ്ടല്ലോ, പൂച്ചെടികൾ, അത് വെയിറ്റ് അല്ല. ചെടിച്ചട്ടി വെക്കുമ്പോൾ അത് വെയിറ്റ് വയ്ക്കുന്നതിന് തുല്യമോ? ഇപ്പൊ വടക്ക് കിഴക്കുകൾ നമ്മൾ ഇപ്പോഴത്തെ ചെടിച്ചട്ടിയാണല്ലോ, ചെടിച്ചട്ടിയാണെങ്കിൽ അതൊരു വെയിറ്റ് വയ്ക്കുന്നതിന് തുല്യമോ? ചെടിച്ചട്ടികൾ ഉപേക്ഷിച്ച് പുൽച്ചെടികൾ പോലത്തെ അല്ലെങ്കിൽ കുഞ്ഞു ഫ്ലവേഴ്സ് അല്ലേ, അതുപോലത്തെ നിങ്ങളുടെ ആഗ്രഹത്തിന് വടക്ക് കിഴക്ക് 1-2 വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് വയ്ക്കുന്നതിന് വേറെ വിഷയമൊന്നുമില്ല. പക്ഷെ അത് അനുവദിക്കുമ്പോൾ അതിനോടൊപ്പം അവർ മറ്റും സംവിധാനങ്ങൾ അവിടെ ഒരുക്കുകയാണ്. കുറച്ച് വേസ്റ്റ്, ചെടിച്ചട്ടി, അത് ഇതൊക്കെ കൊണ്ടുവയ്ക്കാൻ അവർ മറക്കുന്നു. വടക്ക് കിഴക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ, അവരുടെ ജീവിതത്തിന്റെ തിരക്കുകളിൽ വടക്ക് കിഴക്കിനെ ശ്രദ്ധിക്കാതെ വിടുന്നു. അപ്പൊ അതുകൊണ്ട് അത്രയും കർശന ബുദ്ധിയോട് സംസാരിക്കുന്നത്. വടക്ക് കിഴക്ക് ഒരിക്കലും ഫയർ സെക്ഷൻ പാടില്ല, വെയിറ്റ് പാടില്ല, അടച്ചു വെക്കാൻ പാടില്ല, മനസ്സിലായി? അവിടെ മുറികൾ വയ്ക്കുകയോ പൂജാമുറിയോ ഒന്നും പാടില്ല. വടക്ക് കിഴക്ക് കഴിയുന്നതും വിശാലമായ ജനാലകൾ. കാരണം ഇപ്പോൾ വടക്കിലോ കിഴക്കിലോ റോഡില്ലാത്ത വീടുകൾ എന്ത് ചെയ്യും? അപ്പം തെക്ക് പടിഞ്ഞാറ് മുഖവാതിൽ വരുമ്പം വടക്ക് കിഴക്ക് ആ ഒരു പോർഷൻ, ആ 4-1 എത്രത്തോളം വെയിറ്റ്ലെസ് ആയി, എത്രത്തോളം വിസിബിളായി, എത്രത്തോളം സൂര്യപ്രകാശവും കാറ്റും വെളിച്ചവും അകത്തോട്ട് വരുന്ന രീതിയിലാക്കുക. അത് നിങ്ങൾ ഒരുപാട് പല തെറ്റുകൾ നിങ്ങൾ സംരക്ഷിക്കും. ഇത് വീടിനുള്ളിലാണ്. എൻ്റെ ഔട്ട്സോഴ്സ് ഉണ്ട്. വടക്ക് കിഴക്ക് കിണറുകൾ ഉപയോഗിക്കുക, വാട്ടർ സമ്പ് ഉപയോഗിക്കുക. വേസ്റ്റ് വാട്ടർ വരെ വടക്ക് കിഴക്ക്, സെപ്റ്റി ടാങ്ക് അല്ല കേട്ടോ, വേസ്റ്റ് വാട്ടർ, സമ്പ്, കുഴികൾ ഒക്കെ നിങ്ങൾക്ക്, കിണർ ഒക്കെ അല്ല നിങ്ങൾക്ക് വടക്ക് കിഴക്ക് ഉപയോഗിക്കാം. ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ്. വാസ്തുപരമായും നിങ്ങൾക്ക് ഇതുപോലെ പല സംശയങ്ങളും ഉണ്ടാകും. സാറിനെ നിങ്ങൾക്ക് ഡയറക്റ്റായി ബന്ധപ്പെടാം. സാറിൻ്റെ നമ്പർ നമ്മളിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. താങ്ക് യു.